കാരണം കാന്തപുരത്തിന് യമനിലുള്ള മത നേതാക്കളുമായി മതപ്രഭാഷകരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ചാണ്ടി ഉമ്മൻ കാന്തപുരത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് സഹായം, നിമിഷപ്രിയയുടെ കേസിൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കാന്തപുരം ഇടപെട്ട് അവിടെ അഹമ്മദിന്റെ വീട്ടുകാരുമായി, അതായത് നിമിഷപ്രിയ കൊന്നു എന്ന് പറയപ്പെടുന്ന യമൻ പൗരന്റെ വീട്ടുകാരുമായി ഈ മത നേതാക്കളൊക്കെ സംസാരിച്ചത്. ചാണ്ടി ഉമ്മൻ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വന്നില്ല. അവിടെ നടന്ന സംഭവം പുറത്ത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ BJP-ക്കാർക്ക് ഇരിക്കപ്പൊറുതിയില്ല. BJP-ക്കാര് എന്താണ് പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി, അത് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ BJP സർക്കാരാണല്ലോ, വിദേശകാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോഴും BJP-യുടേതാണല്ലോ. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല. ഈ ഷൈഖ് ഉമർ ഹഫീസ് ഈ യമനിൽ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഈ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു, ഈ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയ്ക്കുന്നു. തലാലിന്റെ സഹോദരൻ പറയുന്നു, ദയാധനം ഞങ്ങൾക്ക് വേണ്ട, വധശിക്ഷ നടപ്പാക്കണം, റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണെന്നൊക്കെ അയാൾ പോസ്റ്റ് ഇട്ടയ്ക്കുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ, കേന്ദ്ര സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത്.